ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ കണ്ട ഒരാൾ വന്നിട്ട് എന്നെ വിളിക്കുക, എന്താ ഇനി നീക്കാറൊന്നായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്താ അങ്ങനെ നേരം വെളിച്ചായിട്ട് നീക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നീക്കണതിന്റെ ഒപ്പം മുകളിലത്തെ പൂച്ചക്കുട്ടികളെയും തുറന്നു വിടണം. അപ്പൊ മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്റെ കുളിയൊക്കെ കഴിയണതാണ് കേട്ടോ. അപ്പോ ഇപ്പൊ അത് പറ്റില്ല, കാരണം ഞാൻ ഇട്ടത്ത് നീറ്റ് കഴിഞ്ഞാൽ ഇവരും തുറന്നു വിട്ട ഇവര് ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല. ആ വീടിന്റെ മുന്നിൽ ട്രാൻസ്ഫോമർ ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഭയങ്കര പേടിയാണ്. പിന്നെ നായ്ക്കളും പന്നിയൊക്കെ ഉണ്ട്, പിന്നിലൊക്കെ കാടല്ലേ. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ നല്ലോണം വെളിച്ചായിട്ട് നീക്കണത്. അതാവുമ്പോ ഇവര് ഏതെങ്കിലുമൊക്കെ പോകുമ്പോ എനിക്ക് കാണാൻ പറ്റുള്ളൂ. സംഭവം ഇരുട്ടത്ത് അവർക്ക് നന്നായിട്ട് കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോ നീക്കണോ അപ്പൊ മുകളിലത്തെ കുട്ടികൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. ഞാൻ നീക്കണം നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവർക്ക് ഇതാ രാവിലെ എന്താ വെച്ചാ അവര് ബഹളം കൂട്ടണ എന്തിനാ വെച്ചാൽ രാവിലെ അവർക്ക് ഇങ്ങനെ ഇളം ചൂടോടുകൂടി പാല് കുടിക്കണം. അത് ഭയങ്കര നിർബന്ധമാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാനാണ് രാവിലെ പാലിന് പോകണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാറ്റ് ഫുഡ് കൊടുത്തിട്ടാണ് പാലിന് പോവുക. അപ്പൊ ചിലപ്പോ കുട്ടികൾ പാല് വാങ്ങിക്കൊടുന്ന് വെക്കുമ്പോ അപ്പൊ കുഴപ്പമില്ല, അപ്പൊ ഞാൻ ആദ്യം അങ്ങോട്ട് പാല് കൊടുക്കും. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, കാറ്റ് ഫുഡിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ പാല്. അപ്പൊ ഇതാ എല്ലാവരും പാല് കുടിക്കുകയാണ്. ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ കാറ്റ് ഫുഡ് കൊടുക്കണം. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു പൂച്ചക്കുട്ടിയുടെ പ്രസവം നിർത്താൻ പോണം. എന്താ വെച്ചാൽ ഇവിടെ ആദ്യം കൊണ്ടുവന്ന പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, അവളുടെ ഒരു 8 പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അവൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, അവളുടെ പ്രസവം നിർത്താന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഉച്ച കഴിഞ്ഞിട്ടാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കല്യാണം ഉണ്ട്. അപ്പൊ അതിന് എനിക്കും പോകണം. ഞാൻ പോയില്ല വെച്ചാലും ഭയങ്കര പരിഭവമാവും. അപ്പൊ കല്യാണത്തിനും പോകണം. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവളുടെ പ്രസവം നിർത്താനൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ അത് അവർക്ക് കാറ്റ് ഫുഡ് കൊടുക്കുകയാണ്. അപ്പൊ ഇത് പാലക്കാട് ചിറ്റൂരുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ കല്യാണം, ഒരു തമിഴ്നാട് ടെക്സ്റ്ററുള്ള ഒരു സ്ഥലമാണ്. അപ്പോ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം പോവാൻ. പോകുമ്പോ ഞാൻ ചെറിയ കുട്ടികളെ അടച്ചിട്ടിട്ട് പോകട്ടോ. ഇവിടെ അച്ഛന് ക്ലാസ്സിന്റെ പരീക്ഷയാണ്, അഞ്ചുവിന് ക്ലാസ് ഒന്നും ഇല്ല. അത് കാരണം കൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ട്, വീട്ടിൽ ആളുള്ളപ്പോ ഒരു സമാധാനമാണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോ. അപ്പൊ ഇതാ അവരിങ്ങനെ കാറ്റ് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കാറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ഒപ്പം കുറച്ചു നേരം നിൽക്കണം. എന്താ വെച്ചാൽ ഇവർക്ക് ഇവരുടെ പുല്ല് തിന്നാൻ പോണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അതിന്റെ മുകളിൽ എങ്ങനെ കയറുമോ എന്നുള്ള ഭയങ്കര പേടിയാണ്. അത് എപ്പോഴും ഒരു ഭയമാണ് കേട്ടോ. ഈ വീടിന്റെ മുന്നിൽ ട്രാൻസ്ഫോമർ ഉള്ള കാരണം കൊണ്ടേ ഞാനിതിങ്ങനെ എനിക്കൊരു ഭയം വരുന്ന സംഭവം ഞാൻ വിചാരിച്ചത് ഇല്ല. ഈ പൂച്ചക്കുട്ടികൾ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക്. വലിയ പൂച്ചക്കുട്ടികളാണെങ്കിലും രാത്രിയൊക്കെ പുറത്തു പോകുമ്പോ ഇതിന്റെ മുകളിൽ ഈ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കിളിയൊക്കെ വന്നിരിക്കേ, ഇവര് കിളീനെ പിടിക്കാനൊക്കെ അതിന്റെ മുകളിലേക്ക് പോവാണ്. പിന്നെ ഈ ട്രാൻസ്ഫോമറിന് എപ്പോഴും ഒരു ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. ആ ഓയിലിനൊരു സ്മെല്ലുണ്ട്, ഈ വണ്ടിന്നൊക്കെ വരണ പോലെ. അപ്പൊ ഇവരത് മണക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകും. അങ്ങനെ ഇവിടെ കുറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറെ വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ സ്നേഹിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയിട്ട് നമുക്ക് പിന്നീട് അത് അവരുടെ ഓരോ ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമാണ്. എന്താ ചെയ്യാ അങ്ങനെ. അപ്പൊ ഇതാ ബൊമ്മിക്കുട്ടിയില്ലേ, പ്രസവം നിർത്തിയതിനു ശേഷം ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒളിച്ചിരിക്കും. എന്നിട്ട് നമ്മളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓടും. ആ ഓടണ ഓട്ടം എവിടേക്കൊക്കെ ഓടിക്കേറുമെന്ന് പറയാനേ പറ്റില്ല. അപ്പൊ അവളെങ്ങനും അവളിടയ്ക്ക് ഇതേപോലെ ട്രാൻസ്ഫോമറിലൊക്കെ കയറും. അപ്പൊ ഈ കുട്ടികളൊക്കെയാണ് കേട്ടോ, അവര് അങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചിട്ട് ഇറക്കും. ഞാൻ വിളിച്ചാലും കുട്ടികൾ വിളിച്ചാലും ചിലപ്പോഴാണ് ഇറങ്ങി വരുള്ളൂ. അതാണ് ഭയങ്കര പേടി. അപ്പൊ അതാ അവളെ കുറച്ചു നേരം അച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവളുടെ വികൃതിക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ ഹിപ്പിക്കുട്ടം അവിടെ കയറി ഇന്ന് എന്തൊക്കെയോ പറയാണ്. അപ്പൊ ഇനി കല്യാണത്തിന് പോവാണ് കേട്ടോ. പാലക്കാട് ചിറ്റൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കല്യാണം. ബാബുവേട്ടൻ മാത്രം പോയി കഴിഞ്ഞാലും പരിഭവമാവും. അപ്പൊ ഞാൻ തന്നെ പോണം, ബാബുവേട്ടനും ഞാനും കൂടിയാണ് പോണത് കേട്ടോ. അപ്പൊ ഒരു നല്ലൊരു നാട്ടിൻപുറത്ത് കൂടെയാണ് കേട്ടോ പോയത്. നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നു.
അപ്പൊ ഇതൊരു മുരുകൻ ക്ഷേത്രമാണ് കേട്ടോ. അപ്പൊ അവിടെ തൊഴുതു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു മണ്ഡപമാണ് കേട്ടോ. പഴയ കാലത്ത് മണ്ഡപമാണെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അതിനുള്ളിൽ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് സദ്യക്ക് കഴിഞ്ഞ് പൊന്നിരിച്ചോറൊക്കെ ആയിരുന്നു. എനിക്ക് പൊന്നിരിച്ചോറൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം അത് കാരണം ഞാനൊരു ഇത്തിരി ആട്ടോ കഴിച്ചുള്ളൂ. അങ്ങനെ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി വീട്ടിൽ പോകണം. നമ്മുടെ കുറിഞ്ഞിനെ പ്രസവം നിർത്താൻ കൊണ്ടുപോകണം. അപ്പം അവളെ കൊണ്ടുപോകാന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ആദ്യം ഞാൻ കിടന്ന പൂച്ചക്കുട്ടിയല്ലേ. അപ്പോൾ അവളുടെ ഒരു 8 പ്രസവമൊക്കെ കഴിഞ്ഞു. അവൾക്ക് ഇനി റെസ്റ്റ് കൊടുക്കുക. എന്താ വെച്ചാൽ അവളുടെ ഹെൽത്ത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവളുടെ പ്രസവം നോക്കിയിട്ട് അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമുക്കിത് ഇങ്ങനെ ഓരോരോരോ 3 മാസം കൂടുമ്പോൾ ഏതൊക്കെ പൂച്ചകളെ പ്രസവിക്കാമെന്നും പറയാൻ പറ്റില്ല. ഇവർ ഹീറ്റായി കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ പൂച്ചകൾ ഹീറ്റാവും. അപ്പോൾ പിന്നെ 56, 60, 62 ദിവസം കഴിഞ്ഞ് പ്രസവിക്കുകയും ചെയ്യും. പൂച്ചകൾക്ക് അത്ര ചെറിയൊരു പീരീഡേ ഉള്ളൂ. അപ്പോൾ ഇതാ അവിടെ നിന്നൊക്കെ പോന്നു. കോട്ട മൈതാനൊക്കെ കടന്നിട്ട് പാലക്കാട് ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല രസമാണ് കേട്ടോ കാണാൻ. പാലക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ നാട്ടിൻപുറമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെ വന്നിട്ട് ഞാൻ കുറച്ച് പൊറോട്ട വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഈ കുറിഞ്ഞിക്ക് പൊറോട്ട പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്ത് അവൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഇത് കൊണ്ടുവരില്ലോ എന്ന് പറഞ്ഞിട്ട്. വലിയ പൂച്ചകൾ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ചെറിയ പൂച്ചക്കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതാ വലിയ പൂച്ചകൾക്ക് കൊടുത്തു. 1-2 പേരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവരവിടെ ചുറ്റിക്കറങ്ങാൻ പോയാർക്കണു. പിന്നെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ വരുന്ന സമയത്ത് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നത്തല്, ചെറിയ അയിലക്കുട്ടി, അങ്ങനത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നത്തലൊക്കെ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇവർക്ക് പച്ചമീൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് തന്നെയാണ് കൊടുക്കുക. ഇതുവരെ അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ 3-4 ദിവസമൊക്കെ മീൻ നിൽക്കും. ഈ പച്ചയ്ക്ക് കൊടുക്കുമ്പോൾ മീൻ കഴിയണ വഴി അറിയില്ല കേട്ടോ. 2 ദിവസമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഞാനത് ക്ലീൻ ചെയ്യുമ്പോഴേ തുടങ്ങും ബഹളം. ഭയങ്കര കരച്ചിലായിരിക്കും. എനിക്ക് ആ കരച്ചിൽ കാണാനും പറ്റില്ല. അപ്പൊ ഞാനിത് അവിടെ താഴെ വലിയ കുട്ടികൾക്കൊക്കെ കൊടുത്തു. പിന്നെ ഇതാ മുകളിൽ വന്നിട്ട് ചെറിയ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഉച്ച നേരമല്ലേ, അത് കാരണം ഞാൻ അവരെ തുറന്നു വിട്ടില്ല. അവിടെ ഇരിക്കട്ടെ, ഒരു 4 മണിയാകുമ്പോൾ തുറന്നു വിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് മീനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കുറിഞ്ഞിയുടെ പ്രസവം നിർത്താൻ പോവുകയാണ്. അപ്പോൾ അവളെ ഒരുപാട് വട്ടം പ്രസവം നിർത്താൻ കൊണ്ടുപോയിട്ട് പറ്റാതെ തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ തവണയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. അപ്പോൾ ഇതാ കുറിഞ്ഞി ഇനി പ്രസവം നിർത്താൻ കൊണ്ടുപോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവൾ എവിടെയെങ്കിലും ഓടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അവളെ കൂട്ടിലിട്ടു. അപ്പോൾ എനിക്ക് ഇത് ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ തൊട്ടൊരു തലവേദനയാണ് കേട്ടോ. കാരണം ഇവിടെ എങ്ങനെ കൊണ്ടുപോകും. ഇവള് ഭയങ്കര അഗ്രസീവാണ്. നല്ലോണം കടിക്കും മാന്തൊക്കെ ചെയ്യും നമ്മളെ. അതായത് അവളെ എന്തെങ്കിലും തൊടുക പിടിക്കുക, അവളേക്ക് എന്തെങ്കിലും ഉപദ്രവം നമ്മൾ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവള് നന്നായിട്ട് റിയാക്ട് ചെയ്യും കേട്ടോ. അപ്പം എന്താ പറയുകയെന്ന് വെച്ചാൽ അവളെല്ലാം റെഡിയായി അവളെ കൊട്ടയിലാക്കി വണ്ടിയിൽ കയറി. അപ്പം അവളുടെ കഴുത്തിൽ കോളറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അവളെ കൊട്ടയിലൊക്കെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയത്. പക്ഷെ അവള് കൊട്ടേന്നൊക്കെ ചാടിപ്പോയി. അവളെ എന്നിട്ട് കുറേ നേരത്തേക്ക് കിട്ടിയതേ ഇല്ല. പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, ഒന്നിപ്പോൾ എന്തായാലും വരുന്നില്ല, പൂച്ചക്കുട്ടി ഇങ്ങനെ ചാടിപ്പോയി. എനിക്കറിയാം ഇനി കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴാണ് എന്നിട്ട് അവള് എവിടെയോ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ചാടിപ്പോയിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പൊ ഈ കൊട്ടയുടെ കയറിട്ട് കെട്ടൊക്കെ ചെയ്തു. അവൾക്ക് മനസ്സിലായി അവള് സംഭവം 2-3 വട്ടം ഇതിന് മുമ്പ് അവളുടെ പ്രസവം നിർത്താൻ പോയപ്പോൾ അവള് ഗർഭിണിയായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ 2-3 വട്ടം അവളെ കൊണ്ടുപോയിട്ട് എന്താണെന്നറിയില്ല അവളുടെ പ്രസവം മാത്രം നിർത്താൻ നമുക്ക് പറ്റണേ ഇല്ല. അപ്പൊ ഇതാ വണ്ടിയിലടക്കം കയറി. പക്ഷെ വണ്ടിയിൽ നിന്നൊക്കെ അങ്ങനെ എന്താ പറയാ, ഈ വെടി കൊണ്ട് പന്നി കൂട്ടിലിട്ട പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവള് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അവള് പുറത്ത് ചാടിപ്പോയി. അപ്പം തന്നെ നല്ല മഴയും വന്നു. നല്ല കാലം ഓടണ ഓട്ടത്തിൽ ഞാൻ അവളുടെ കഴുത്തിൽ നിന്ന് കോളറൊക്കെ വലിച്ച് ഊരിട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ പിടിക്കാൻ വന്ന അവളെ അറിയുന്നില്ല. അപ്പം ഇതാ നല്ല അസല് മഴയാണ് കേട്ടോ. അപ്പം മഴ വന്ന സമയത്തൊക്കെ ഞാൻ കുട്ടികളെയൊക്കെ മുകളിലാക്കി. എന്നിട്ടിതാ വന്നു. അപ്പോഴേക്കും മഴയൊക്കെ പെയ്തപ്പോഴേക്കും കുഞ്ഞെത്തിയിട്ട് ഇതാ വന്ന് കിടന്നുറങ്ങുന്നു. അപ്പോൾ ഓരോരുത്തരും ഇതാ പതിച്ചു മൂടി കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ പണി. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവർ എവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ബെഡിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കയറി കിടക്കും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ മുകളിലാക്കി. എന്താ വെച്ചാൽ അവർ ഈ മഴയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കും, ഒതുങ്ങിയിരിക്കില്ല. മുകളിലാവുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. അടിപൊളി അസല് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബൊമ്മിക്കുട്ടി വന്നിട്ട് കുട്ടികളുടെ കൂടെ കളിക്കണം കേട്ടോ. ബൊമ്മിക്കുട്ടിക്ക് കുട്ടികളുടെ കൂടെ കളിക്കുകയും കുട്ടികൾക്ക് ബൊമ്മിക്കുട്ടിയുടെ കൂടെ കളിക്കൽ തന്നെയാണ് പണി, വേറെ പണിയൊന്നുമില്ല.
ഭയങ്കര കളിയാണ് അവള്. അപ്പോൾ പൂച്ചക്കുട്ടികളുടെ പ്രസവം നിർത്തിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അവർ നല്ല ആക്റ്റീവായിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കും. പ്രസവം നിർത്തണമെന്നൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു പേനയുടെ ടോപ്പൊക്കെ കിട്ടിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും നന്ദി കേട്ടോ.